ഡ്രാഗൺ ഫ്രൂട്ടിൽ ഫംഗസ് രോഗങ്ങൾ കാണപ്പെടുന്നു. ഇത് മഴക്കാലത്തും വേനൽക്കാലത്തും പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ സി, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ മിതമായ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ തണ്ടിലും ഭാഗങ്ങളിലും ഫംഗസ് രോഗങ്ങളാണ് ധാരാളമായി കണ്ടുവരുന്നു. ഇതിന് മെഡിസിൻ നമ്മൾ തേച്ച് കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. നാറ്റീവോ എന്ന മെഡിസിൻ 10 ലിറ്റർ വെള്ളത്തിൽ 15 ml എടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുക. എന്നിട്ടത് സ്പ്രേ രൂപത്തിലും ചെയ്ത് കൊടുക്കുന്നു. അടിച്ചും ബ്രഷ് ഉപയോഗിച്ച് അത് അടിച്ചും കൊടുക്കുന്നു. ഈ ഫംഗസ് രോഗം കാണപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇത് അടിച്ച് സ്പ്രേ അടിച്ച് കൊടുക്കുകയും ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. പടർന്നു കയറി വളരെ ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കകളുമാണ്. ഇത് വെള്ളം നല്ലപോലെ കൂട്ടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ കലക്കി നമ്മൾ അതിൽ ഈ തണ്ടിൻ്റെ ഭാഗങ്ങളിൽ നല്ലപോലെ ബ്രഷിന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു. കണ്ടോ? അതുപോലെ ശേഷം മെഡിസിൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫംഗസ് മാറ്റാൻ വേണ്ടി 15 ml നാറ്റീവോ എന്ന മെഡിസിനാണ്. നാറ്റീവോ എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 15 ml എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 15 ml എടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുക. എന്നിട്ടത് 10 ലിറ്റർ വെള്ളത്തിൽ ജാറിൽ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം എടുത്ത് ഇത് നമ്മളിപ്പം കലക്കാൻ പോവുകയാണ്. നമ്മളത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് 10 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് മഴ വരുമ്പോഴത്തേക്ക് ഇത് മഴക്കാലത്ത് നമ്മൾ അടിക്കുന്നതുകൊണ്ട് ഇതിന് ഡീലർ വെറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതുകൂടെ പശയാണിത്. അത് മഴ പെയ്താലും പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ഇപ്പം ഒരു 10 ml എടുത്ത് ഒഴിക്കുന്നു. ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നു. അടിക്കുന്നു. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഫുള്ള് ഇതുള്ള ഭാഗത്തും കംപ്ലീറ്റ് ഭാഗത്ത് ഇത് സ്പ്രെഡ് ചെയ്തായിരിക്കാൻ വേണ്ടി ചുറ്റും സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലെയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ്. കേരളത്തിൽ പലയിടത്തും വിജയകരമായി ഈ കൃഷി ചെയ്തു വരുന്നു. ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കകളുമാണ്. കേരളത്തിൽ ഇത് ഉഷ്ണമേഖലാ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ്. ഇത് ചെറിയ ഫംഗസ് രോഗങ്ങൾ ഒഴിച്ചാൽ വളരെ കേരളത്തിന് പറ്റിയ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പിടിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്.